മാമ്പഴ പുളിശ്ശേരി. ഇതപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചെറിയ മാങ്ങ കേട്ടോ. ഈ കാട്ടുമാങ്ങ എന്നൊക്കെ പറയുന്ന മാങ്ങ ഉണ്ടല്ലോ, അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിവിടെ 5-6 റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ ഇതേപോലെ എടുക്കണം. അതിന് ശേഷം നമ്മളൊരു വെല്ലം എടുത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ചിരകിയതും തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് അരച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ നെയ്യ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽ മാങ്ങ, നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ മാങ്ങയും ഈ വെല്ലം ഉരുക്കിയത് ഒഴിച്ച് നല്ലോണം ഒന്ന് മാങ്ങ വേവുന്ന കണ്ടീഷനെത്തുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കി ഒരു ആവി കയറുമ്പോഴത്തേക്ക് അടുപ്പത്തു നിന്ന് എടുക്കണം. പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ ഇതേപോലെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിച്ച് വറവിടുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ, അത് പറയാൻ മറന്നുപോയതാണ്. കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിന് ശേഷം നമ്മൾ ഈ വറവിട്ട സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇത് അടുപ്പത്തു നിന്ന് എടുത്തു വെച്ചതിന് ശേഷം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടെ നമ്മുടെ രുചികരമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.